വെൽക്കം ബാക്ക് ടു കൊല്ലം ആശ്രാം മൈതാനത്താണ് നിൽക്കുന്നത്. ഇത് രസവതി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഊട്ടുന്ന സ്ഥലമാണ്. ഇത് ഒരു ഏറ്റവും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 30,000-ഓളം കുട്ടികൾക്ക്, അപ്പോൾ പഴയടം തിരുമേനി നമുക്ക് കൊണ്ടുപോകും, 30,000-ഓളം കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കുന്ന ഏറ്റവും ഭാരിച്ച ജോലി പതിപോലെ ഏറ്റെടുക്കുക. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അതെ, അങ്ങയുടെ മോശപ്പെട്ട സമയം കഴിഞ്ഞു, ഇനിയിപ്പോൾ നല്ല സമയമാണെന്ന് നല്ല സമയമായിരുന്നല്ലേ? ഓക്കെ. അല്ല, അന്ന് തിരുമേനിയുടെ മകൾ എന്നോട് പറഞ്ഞേ, തിരുമേനി ഈ ടെൻഷനൊക്കെ ഉണ്ടായപ്പോൾ കയറി കിടന്നൊരു ഒറ്റ ഉറക്കമൊക്കെ ഉറങ്ങി. ഉറക്കമെല്ലാത്തിനും ഒരു അവസാനം കണ്ടത്. ആ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാണ് ഞാൻ സമാധാനിപ്പിച്ചത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടോ? അന്ന് ഉറക്കം പോയെങ്കിൽ ഇന്ന് പ്രശ്നമില്ല. അപ്പൊ ഇനി കുട്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ 30,000 കുട്ടികൾക്ക് 30,000 മുതൽ 30,000 വരെ ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നുണ്ട് 3 നേരങ്ങളിലായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ രാവിലെ സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യൽ ഐറ്റംസ് ഇല്ല, റൂട്ടീൻ ആയിട്ടുള്ള വിഭവങ്ങൾ തന്നെ. വെജിറ്റേറിയൻ മാത്രം. അത് മന്ത്രി പറഞ്ഞാണ് വെജിറ്റേറിയൻ കൊടുക്കുന്നുള്ളത് മിനിസ്റ്റർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. നമുക്ക് വെജിറ്റേറിയൻ തന്നെ കൊടുക്കാം. മാത്രമല്ല ഇത് അതേ പ്രായോഗികമായിട്ടുള്ള സാറിന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമല്ലേ. ഇന്ന് നമ്മളൊരു പ്രത്യേകത, ഇന്ന് പായസത്തിൽ നമ്മൾ സാധാരണ എവിടെയെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും പുതുമ കൊടുക്കാറുണ്ട്. ഇന്ന് നമ്മളൊരു പഞ്ചഫല പായസം എന്ന് പറഞ്ഞിട്ടൊരു വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ശരിക്കൊരു മെഡിസിൻ പായസം തന്നെ. ഇൻഗ്രീഡിയൻസ് പറയത്തില്ല, പക്ഷേ പ്രമേഹ രോഗികൾക്ക് പറ്റിയ പായസമാണ്. അല്ല, അത് വേറെ. പ്രമേഹ രോഗികൾക്ക് നമുക്ക് പായസം ഉണ്ടെന്ന് പറഞ്ഞു. അത് പ്രമേഹ രോഗികൾക്കുള്ള പായസം ഒരു ഡയബറ്റിക് കൗണ്ടർ സെപ്പറേറ്റ് ആണ്, അവിടെ മാത്രമേ അത് കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കലവറ വളരെ വിശാലമാണല്ലോ. മാത്രമല്ല, അല്ല, ഇത് 7,000 സ്ക്വയർ ഫീറ്റ് ആണ് കിച്ചൺ മാത്രം. 25,000 സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഹാള്. അപ്പൊ എല്ലാ സജ്ജീകരണങ്ങളും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയറിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇവിടുത്തെ വേസ്റ്റ് വാട്ടർ ശരിയായിക്കൊണ്ടിരിക്കുന്ന പാചകം സാധനം. അത് അവിയൽ അല്ലേ? അപ്പൊ എത്രായിരം പേർ കൊടുക്കേണ്ട അവിയലായി? അല്ല, അതിനും വരും. ഇതിങ്ങനെ രണ്ടെണ്ണം വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 5-6 വാർപ്പ് 8 വാർപ്പ് അവിയൽ വരെ കൊടുക്കും. എത്ര കൊല്ലമായി തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഇത് 87 തുടങ്ങിയ സാർ. അപ്പോൾ ഇപ്പൊ അത്ര നാളായില്ലേ, 30-35 വർഷമായി. സത്യം പറഞ്ഞാൽ എവിടെ കലോത്സവം ഉണ്ടോ അവിടെ പഴയടം തിരുമേനി ഉണ്ടാവും. അല്ല, കലോത്സവത്തിൽ ഇത് 17ാമത്തെ തവണ അല്ലേ? സ്കൂൾ മറ്റേ യൂത്ത് ഫെസ്റ്റിവൽ ഇല്ലേ? ജില്ലാ കലോത്സവങ്ങൾ എല്ലാം ഉണ്ട്. ബാക്കിയുള്ള സംഭവങ്ങൾ എനിക്ക് തോന്നുന്നേ ഇത്രയും വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞത് ഈ അടുത്ത കാലത്ത് ആദ്യമാണ് കാണുന്നത്. ഇനി അരിയാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക അല്ലേ? അപ്പൊ നമ്മുടെ ചേച്ചിമാര് ഭയങ്കര വേഗമാണല്ലോ, ഭയങ്കര സ്പീഡാണല്ലോ. നമസ്കാരം സാറേ. നമസ്കാരം. ജീവിതമൊക്കെ എങ്ങനെ പാചകപ്പുര പോകുന്നല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഒരു ഇത്ര തിരുമേനി നന്നായിട്ട് അധ്വാനിപ്പിക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾ നേരത്തെയൊക്കെ പാട്ടൊക്കെ പാടിയെന്ന് കേട്ടു. ചേച്ചി തകർത്തോളൂ. കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. നിങ്ങളും കൂടെ പാടും. കുട്ടനും നന്ദിനി കുട്ടിക്കും ആറ്റുനോറ്റുണ്ടായ കല്യാണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാഞ്ചേതന്റെ തപ്പു വേണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാഞ്ചേതന്റെ തപ്പു വേണം. തെയ്യക്കന്താരോ തെയ്യാരോ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. എത്ര മണിക്കാ റെഡി ആവേണ്ടത്? പാട്ടും പാടിയിരുന്നാ മതിയോ? ജോലി അടക്കട്ടെ. എന്നെ തിരുമേനി തുറിച്ചു നോക്കുന്നു, ആരടാ ഇവൻ എന്നുള്ള ലൈനിൽ. ഓക്കെ. കാര്യം ഈ ഓണത്തിനിടെ പുട്ടുകച്ചവടം അല്ലേ? അവര് ജോലി ഭക്ഷണമൊക്കെ പാകം ചെയ്തതിനിടയിലും കറിക്കരിയുന്നതിനിടയിലും ഒക്കെ തന്നെ നമ്മുടെ മിനിസ്റ്റർ അല്ലേ? അയ്യോ. അപ്പൊ മിനിസ്റ്റർ ചെഞ്ചുറാണി കൂടി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. അപ്പൊ ഈ കലവറയുടെ ചാർജ് വല്ലതും ഉണ്ടോ? ഇല്ല, കലവറയുടെ ചാർജ് ഇല്ല. ചടയമംഗലത്തിന്റെ മന്ത്രിയാണല്ലോ. അതെ. അപ്പൊ കൊല്ലത്തേക്ക് കലോത്സവം വന്നു, സന്തോഷമായോ? വളരെ സന്തോഷമായി. നന്നായി നടക്കുന്നു എന്നുള്ളത് അതിലും വലിയ സന്തോഷം. അതെ, ഏറ്റവും നല്ലതുപോലെ നടക്കുന്നുണ്ട്. ഒരു പരാതി പോലും വരാത്ത നിലയിലാണ് ഇത്തവണത്തെ കലോത്സവം സംഘാടകര് അത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ അതിന്റെ സ്വാഗത സംഘം കൂടി, അങ്ങനത്തെ ഒരു പരാതിയും നമുക്ക് കിട്ടിയിട്ടില്ല. വളരെ മെച്ചമായ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു നേരം 2,500 പേരെ ഇരുത്താൻ, 20,000-30,000 ആൾക്കാർക്ക് എല്ലാം കുക്കിംഗ് അറിയാവുന്നവർക്കല്ലേ ഈ പഴയടത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ശരിക്കും മനസ്സിലാവും. അതെ. ഇന്നൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. നമ്മൾ വെജിറ്റബിൾ ആണ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്ന കുഞ്ഞുങ്ങൾ, പക്ഷെ ഇന്ന് മീൻകറി ഉണ്ട്. ഞാൻ പോയി അതിന്റെ രുചിയൊക്കെ നോക്കിയോ? പിന്നെ രുചിയൊക്കെ ഫിഷ്ലെസ് ആണ്.
മീനില്ലാത്ത മീൻകറി സാറേ. എന്റെ അമ്മ അവരെന്നെ പറ്റിച്ച് മീൻകറിയാണെന്ന് പിന്നെന്താ പഴയടം തിരുമേനി വന്നിട്ട്. അതെ അതെ അതെ. അപ്പൊ മീൻകറി എന്ന് പറഞ്ഞൊരു ഐറ്റം ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്നിപ്പോ. അപ്പൊ കുട്ടികളെ പറ്റിക്കാനല്ലേലും അവർക്കത് നല്ലതുപോലെ കഴിക്കാം. അല്ല, അവർക്കൊരു ടേസ്റ്റ് ഫീൽ ചെയ്യോ തിരുമേനി? അപ്പൊ ഫിഷ് ഇല്ലാത്ത ഫിഷ് കറിയാണ് അല്ലേ? ഓ ഇതാണല്ലേ. ഞാനിത് ചെയ്ത ആളുടെ അടുത്ത് എന്തൊരു മീനാണെന്ന് ചോദിച്ച്. ഓ അത് ശരി ശരി. മീന്റെ പേര് പറയുന്നില്ല. ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് ഇതാണ് പഴയുടെ മാജിക് അല്ലേ? സൂപ്പറായി. ഓക്കെ. അപ്പൊ അതൊന്ന് കഴുകി വെച്ചോണം. തവി ഇല്ല. ഓക്കെ, റെഡി. ഇനി അതിനകത്ത് മുക്കരുത്. കാര്യം അല്ലെങ്കിൽ പ്രേക്ഷകർ ഇത് കണ്ടോണ്ടിരിക്കുക, അവർ നമ്മളെ കുറ്റപ്പെടുത്തും. ഓക്കെ, റെഡി. അപ്പൊ മിനിസ്റ്ററെ, അപ്പൊ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റത്തിന് വേണ്ടി ഇപ്പൊ നാളെ ഇത് അവസാനിക്കുകയാണല്ലോ, അപ്പോ പഴയടത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും? നമ്മുടെ ഒരു നല്ല സുഹൃത്താണ് പണ്ടേ അദ്ദേഹത്തിന്റെ ഭക്ഷണമല്ലേ നമ്മൾ കൊല്ലക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വേറെ വലിയ പ്രത്യേകത ഒന്നുമില്ല. അത് സ്വാദിഷ്ടമായി കഴിക്കുക, എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. ഓക്കെ. പഴയിടം ഒരുക്കുന്ന രസക്കൂട്ടുകളുടെ രസപ്പെരുമ തേടിയെത്തുന്നവർ അവിടെ ഒരുക്കുന്ന കലയിടത്തിൽ വരങ്ങേറുന്ന കലാരസങ്ങളിൽ ലയിച്ച് ചൊല്ലിടത്തിലെ നിർദ്ദേശ ചൊല്ലുകൾക്കനുസരിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ 15 തരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അഷ്ടമുടി, ജടായുപ്പാറ, മൺട്രോത്തുരുത്ത്, സാമ്പ്രാണിക്കോടി, തങ്കശ്ശേരി, തെന്മല, ചെന്തുരുണി. എന്തുകൂടെ നടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അനൗൺസ്മെന്റിന്റെ ചാർജ് ആണോ താങ്കൾക്ക്? അതെ അതെ. ഓക്കെ. പേരെന്താ? വിനോദ് പിച്ചനാണ്. ശബ്ദം കൊള്ളാം. TV കയറിയ നന്നാവും അല്ലേ? അതെ അതെ അതെ. സൗണ്ട് ഉള്ളവരെ ഇതിന് വെക്കും അല്ലേ? ശബ്ദം ഓക്കെ. അപ്പൊ ഈ മൈക്കിലൂടെ എപ്പോഴേ താങ്കളുടെ ഓരോ രഹസ്യങ്ങളൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ കേൾക്കൂലേ? ഓക്കെ, വളരെ സന്തോഷം. താങ്കളുടെ ശബ്ദം നന്നായിരിക്കുന്നു. നമ്മളൊക്കെ ശബ്ദത്തെ പ്രണയിക്കുന്നവരാ. സന്തോഷം. ഓക്കെ. അപ്പൊ മിനിസ്റ്ററെ, താങ്ക് യു. നന്നായി നടക്കട്ടെ. വലിയൊരു KN ബാലഗോപാലും ശിവൻകുട്ടി, മന്ത്രി ശിവൻകുട്ടി, KB ഗണേഷ് കുമാർ തുടങ്ങിയ വലിയൊരു മന്ത്രി സംഘം, മുകേഷും 4 മന്ത്രിമാർ ഇവിടെ തന്നെ ഉണ്ട്. അവർ പോകരുത്. നാളെ കഴിഞ്ഞ് 12 വിളിച്ചു പോവും. ഓക്കെ, താങ്ക് യു. അപ്പൊ 15 സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആന്നല്ലേ? 15 സ്ഥലോ? തങ്കശ്ശേരി, തെമ്മല. ഫുഡ് കമ്മിറ്റി കൺവീനർ. ഓക്കെ, നമസ്കാരം. 24-ന് കമ്മിറ്റിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വളരെ ആകാംക്ഷാപൂർവ്വം പഴയടം നമ്പൂതിരി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. നല്ല ഭക്ഷണം കൊടുക്കുന്നുള്ള വളരെ സന്തോഷമാണ്. അപ്പൊ തിരുവേനി എല്ലാവരും സന്തോഷമല്ല? ഓക്കെ. അപ്പൊ തിരുവേനി, നമുക്ക് ഇതെല്ലാം പാചകപ്പുര കാണുന്നതിനിടയിൽ നമുക്ക് ഒരു അല്പം പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അവിടെ കുറെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള സ്ത്രീകളുണ്ടല്ലോ. അപ്പൊ തിരുവേനി ക്ഷീണിച്ചെന്ന് തോന്നുന്നില്ല? നടക്കാൻ വയ്യാത്ത അവസ്ഥയായോ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ. കൈകാലികൾക്ക് ഇപ്പോഴും ആരോഗ്യക്കുറവൊന്നുമില്ല, സ്ട്രോങ് ആണ് അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ കുട്ടികൾ വന്നല്ലോ. ഓ, ഭയങ്കര സന്തോഷമായി. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ പാചകപ്പുരയിൽ വന്നു കഴിഞ്ഞു. അവര് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഓക്കെ. താങ്ക് യു. ഓക്കെ. എങ്ങനെയുണ്ട്? ഇന്ന് പുട്ടും കടലാണോ? പുട്ട് എങ്ങനെയുണ്ട്? ഫോട്ടോ ഒക്കെ എടുക്കാം, നമുക്ക് ഫോട്ടോ എടുക്കാം. ഓക്കെ. കഴിച്ച് ക്ഷീണിച്ചോ? എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയാണ്. ഓക്കെ. നമ്മളൊന്നും കഴിച്ചിട്ടില്ല. കഴിക്കാത്തവന്റെ ദുഃഖം കഴിച്ചവരുടെ പുട്ടും കടലയാണ്. ഉഗ്രം പുട്ടും. സൂപ്പർ. കഴിച്ചു നോക്കണം സാർ. പഴയ തിരുമേനി കൂടെ ഉണ്ട്, വല്ല ഉണ്ടേ പറഞ്ഞോളാം. ഓക്കെ. അതെ. മോളെ, എങ്ങനെയുണ്ട്? പുട്ടും കടലൊക്കെ സൂപ്പറാണോ? ഇതാണ് അതിന്റെ സൃഷ്ടാവ്, മനസ്സിലായല്ലോ? പഴയടം. അടിപൊളി. ഓക്കെ. ഇത് കുറെ കാലമായി കണ്ടിട്ട്. ഓക്കെ, അടിപൊളി ഫുഡ് എല്ലാം അല്ലേ? അപ്പൊ ഇതാണ് അത്. എല്ലാം സൂപ്പറായിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഇങ്ങനെ എത്രയോ ആളുകൾ കഴിക്കുന്നു അല്ലേ ഇത്? ഓ, കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. വീട് എവിടാ? പള്ളൂക്കിൽ തന്നെ. ഞാൻ പ്രവിതാലക്ഷ്മിയെ കണ്ടു. മധു കൊട്ടാരക സാറങ്ങ് പോയാ രാവിലെ. മധു കൊട്ടാരക ഇവിടെ ഉണ്ട്. ഓക്കെ. ഹലോ, എന്തുകൊണ്ട് വിശേഷം? വെള്ളം ഒഴിച്ചോട്. അപ്പൊ ഇനി നമുക്ക് അതാണ് ഇപ്പൊ ഇവിടെ എല്ലാവരും NCC-ക്കാരും പോലീസുകാരും ഇടുക്കിക്കാരല്ലേ? ഓക്കെ, സന്തോഷം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.